Dear friends, today we are discussing adverbs, a very important member in the family of word class or parts of speech. Adverbs are modifiers or qualifiers of verbs. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വേർബുകളെ ക്വാളിഫൈ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ എന്ന് വെച്ചാൽ അവയുടെ ചേഞ്ചിങ് ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നവയാണ് അഡ്വേർബ്സ്. എന്നാൽ വേർബ്സ് മാത്രമല്ല, അഡ്ജക്റ്റീവ്സ്, നൗൺസ് ഇവയൊക്കെ ക്വാളിഫൈ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അഡ്വേർബ്സ് ഉണ്ട്. മാത്രമല്ല, ഒരു സെൻറ്റൻസിൽ വേർ, വൈ, വെൻ, ഹൗ മച്ച്, വാട്ട് ഡിഗ്രി ഇതിൻ്റെയൊക്കെ ഉത്തരം ആയിട്ട് കിട്ടുന്നത് അഡ്വേർബ്സ് ആയിരിക്കും. സാധാരണഗതിയിൽ അഡ്വേർബ്സ് ഉണ്ടാവുന്നത് അത് വിശദമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ അഡ്വേർബ്സ് ഉണ്ടാവുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ LY എന്നുള്ള ലെറ്റേഴ്സ് ചേർക്കുമ്പോഴാണ്. അഡ്വേർബ്സിനെ നമുക്ക് വേർഡ്സ് ആയിട്ടുണ്ട്, ഫ്രേസസ് ഉണ്ട്, അഡ്വേർബിയൽ ഫ്രേസസ്, ക്ലോസസ് ഉണ്ട്, അഡ്വേർബിയൽ ക്ലോസസ്. യൂസേജ് ഞാൻ നേരത്തെ പറഞ്ഞു. വേർബ്സിനെ മോഡിഫൈ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പണ്ട് തന്നെ പഠിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അഭിജിത്ത് ഫെൽ എസ്ലീപ് ക്വിക്ക്ലി. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചു ഹൗ, അതാണ് എങ്ങനെ, വെരി ക്വിക്ക്ലി. ഇനി അഡ്ജക്റ്റീവ്സിനെ അഡ്വേർബ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത സെൻറ്റൻസിൽ. ദ ഫിഷ് ഹാസ് ബ്രൈറ്റ് ഗ്രീൻ ഐസ്. ഐസ് എന്ന് പറഞ്ഞാൽ നൗൺ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ്. ആ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്വേർബാണ് ബ്രൈറ്റ്. ഇനി മറ്റ് അഡ്വേർബുകളെ മോഡിഫൈ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഐ കനോട്ട് റൺ വെരി ക്വിക്ക്ലി. ഹൗ ക്വിക്ക്ലി, ക്വിക്ക് എന്ന് പറയുന്നതാണ്, റൺ ക്വിക്ക്ലി എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. അത് തന്നെ വെരി ക്വിക്ക്ലി, ഹൗ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ്. ഇനി നൗണുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ദേ മോഡിഫൈ നൗൺസ് ടു. സെൻറ്റൻസ് നോക്കൂ. ദിനേഷ് കെയിം ലോങ് ആഫ്റ്റർ ദ ബെൽ. ലോങ് ആഫ്റ്റർ ദ ബെൽ, ദ ബെൽ എന്നുള്ളതാണ് നൗൺ. ഇനി കൈൻഡ്സ് ഓഫ് അഡ്വേർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 കൈൻഡ്സ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് സിമ്പിൾ അഡ്വേർബ്സ്. നിങ്ങൾക്ക് ഉദാഹരണം കാണാം. സാനിയ സ്പീക്സ് വൈസ്ലി, പ്ലസന്റ്, സർപ്രൈസ്ഡ്. ഇതൊക്കെ സിമ്പിൾ അഡ്വേർബ്സ് ആണ്. പിന്നെ ഇൻട്രോഗേറ്റീവ് ആയിട്ട്, അതായത് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന ഹൗ ഡസ് ഹി സ്പീക്ക്, ഹൗ, വേർ ആർ മൈ ബുക്സ് എന്നുള്ളതിൽ വേർ, ഇതൊക്കെ അഡ്വേർബ്സ് ആണ്, ഇൻട്രോഗേറ്റീവ് അഡ്വേർബ്സ് ആണ്. നമ്മൾ അഡ്ജക്റ്റീവ്സിൽ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഒന്ന് റിലേറ്റീവ് അഡ്വേർബ്സ് ആണ്, റിലേറ്റ് ചെയ്യുന്നു. നോക്കൂ. ദാറ്റ് വാസ് ദ റീസൺ വൈ ഐ കോൾ യു ഫോർ ഹെൽപ്പ്. ഇവിടെ റീസണെയും ആക്ഷനെയും റിലേറ്റ് ചെയ്യണം. ദീസ് ആർ ദ ഡേയ്സ് വെൻ നോ വൺ ക്യാൻ മൂവ് അബൌട്ട് ഫ്രീലി. ഇങ്ങനെ 3 തരത്തിലുള്ള അഡ്വേർബ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് ഓർ കൈൻഡ്സ് ഓഫ് അഡ്വേർബ് എന്ന് പറയുന്നത് നോക്കൂ. ടൈം, അഡ്വേർബ്സ് ഓഫ് ടൈം, അഡ്വേർബ്സ് ഓഫ് പ്ലേസ്, അഡ്വേർബ്സ് ഓഫ് മാനർ, അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി, അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. ഈ കാണുന്ന വാക്കുകളാണ് അഡ്വേർബ്സ് ഓഫ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വേറെ, ഇതിൽ ചില വാക്കുകൾ വേറെ അർത്ഥത്തിലും വേറെ പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ഫുൾ വെർബായിട്ട്, ലെക്സിക്കൽ വെർബായിട്ട് ഉപയോഗിക്കും. പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഫുൾ വെർബല്ല, ഫുൾ ലെക്സിക്കൽ വേർഡായിട്ട് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഫങ്ഷൻ വേർഡായിട്ട് ഉപയോഗിക്കും. ഫങ്ഷൻ വേർഡിൽ തന്നെ പലതായിട്ടും ഉപയോഗിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ ഒരു ക്വസ്റ്റ്യനിൽ വെൻ, നമ്മളൊരു സെൻറ്റൻസിലോട് വെൻ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ വാക്കുകൾ കിട്ടുക. അതാണ് ഇതിനെ അഡ്വേർബ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വെൻ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് വരുമ്പോൾ ഇപ്പോൾ എഗോ, ഓൾറെഡി, സിൻസ്, ബാക്ക് ഒക്കെ അതിൽ വരുന്നുണ്ട്. അഡ്വേർബ്സ് ഓഫ് പ്ലേസ് ഓർ പൊസിഷൻ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ചിലതൊക്കെ പ്രിപ്പൊസിഷനായിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ്റെ പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ അഡ്വേർബ്സ് ഉപയോഗിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആസ്ക് വേർ എന്ന് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഉത്തരമാണ്. സോ ഷീ ഹാസ് ഗോൺ ഔട്ട്. വേർ എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ, ഇവിടെ ഔട്ട്സ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്.
അപ്പോൾ അഡ്വേർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ദേ ഹെൽപ്പ് ടു പ്ലേസ് ഓർ പൊസിഷൻ തിങ്സ് ഓർ ആക്ഷൻ എന്നുള്ളതാണ് അർത്ഥം. ആ വാക്കുകളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഹിയർ തൊട്ട് ഹിതർ ആൻഡ് തിതർ, അത് ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുവരെയുള്ള വാക്കുകൾ. ഇനി നെക്സ്റ്റ് തേർഡ് കാറ്റഗറി അഡ്വേർബ്സ് ഓഫ് മാനർ. മാനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ മാനർ, എങ്ങനെ എന്ന് ചോദിക്കുന്നതാണ്. ബോൾഡ്ലി, ബ്രേവ്ലി, ക്വിക്ക്ലി, സ്ലോലി, ഈസിലി, ബാഡ്ലി, ഹാർഡ്, ഫാസ്റ്റ്, വെൽ. കണ്ടോ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫാസ്റ്റ് എന്നുള്ളത് അഡ്വേർബാണ്, ഹാർഡ് എന്നുള്ളത് അഡ്വേർബാണ്, ഹാർഡ്ലി അല്ല. ഹാർഡ്ലി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്, അത് നമ്മൾ വേറെ പഠിക്കും. അപ്പോൾ ഇതിൽ നോക്കൂ, ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെ എന്നുള്ള അതിൻ്റെ മാനറാണ് പറയുന്നത്. ഹി ആക്റ്റഡ് ബോൾഡ്ലി എന്ന് പറയുമ്പോൾ ധൈര്യപൂർവം, അല്ലെങ്കിൽ ഹീസ് വാക്കിംഗ് സ്ലോലി എന്ന് പറയുമ്പോൾ സാവകാശം, അത് മാനറാണ് കാണിക്കുന്നത്. ഫോർത്ത് വൺ അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും എത്രമാത്രം എന്നൊക്കെ ചോദിക്കുന്നതിനാണ്. അപ്പോൾ ഐ ഓൾമോസ്റ്റ് മിസ്ഡ് ദ ബസ് എന്ന് പറയില്ലേ, എങ്ങനെ ഏതാണ്ട് ബസ് പോയി തന്നെ വിചാരിച്ചു എന്ന് പറയുന്നത് പോലെ. ഹീസ് ടു ഇൽ ടു ഗോ ടു വർക്ക്, അസുഖമാണ്. എത്ര അസുഖമുണ്ട്? ജോലിക്ക് പോകാൻ പറ്റാത്ത അത്ര അസുഖമുണ്ട്. അതാണ് ഹൗ മച്ച്, ഹൗ ഫാർ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ഡിഗ്രി, ആ അളവ് കാണിക്കുന്നതാണ് ഇത്. ഇതിനെ ഇൻറ്റൻസിഫയർ എന്നും കൂടി പറയുന്നുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തല്ലോ. എന്താ കാരണം? അത് ഒരു ഇഫക്റ്റിനെ ഹൈറ്റൻ ചെയ്യുന്നു അല്ലെങ്കിൽ ലോ ചെയ്യുന്നു, അതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഹൈറ്റൻ ചെയ്യാൻ, ഹി ലോഫ്ഡ് എ ഗ്രേറ്റ് ഡീൽ എന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ ഹി വാസ് ആംഗ്രി ഓർ അട്ടേർലി എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഹൈറ്റൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിനെ അഡ്വേർബ്സ് ഓഫ് ഡിഗ്രിയെ ഇൻറ്റൻസിഫയേഴ്സ് എന്നുകൂടി പറയാറുണ്ട്. ഇനി നമ്മൾ അവസാനം പറഞ്ഞ കാറ്റഗറി അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഇതിന് അഡ്വേർബ്സ് ഓഫ് നമ്പർ എന്നും പറഞ്ഞിരുന്നു. ഫ്രീക്വൻസി നമ്മൾ അഡ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അഡ്ജക്റ്റീവ്സ് ഓഫ് ഫ്രീക്വൻസി, എത്ര മാത്രം എന്നുള്ളതിനാണ്. ഇപ്പോൾ നോക്കൂ, ഷീ ഹാസ് ഓൾവേസ് ഹെൽപ്ഡ് മീ, എത്ര സഹായിച്ചിട്ടുണ്ട്? എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസിയാണ് അവിടെ കാണിക്കുന്നത്. ഐ ഹാഡ് നെവർ ടോൾഡ് എ ലൈ, ഞാൻ നുണ പറഞ്ഞിട്ടേ ഇല്ല. ഫ്രീക്വൻസിയാണ് പറയുന്നത്, ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളതാണ് അഡ്വേർബ്സിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് നമുക്ക് പറയാവുന്നു. താങ്ക് യു.